കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിമനോഹരം. ഈ ധ്യാനത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാവുന്ന ഒരു വചനമാണ് റോമാലേഖനത്തിൻ്റെ 10:8 റോമാലേഖനം 10:8. വചനം നിനക്ക് സമീപസ്ഥമാണ്. റോമാലേഖനം 10:8. വചനം നിനക്ക് സമീപസ്ഥമാണ് എന്നുവെച്ചാൽ വചനം എന്ന് പറയുന്നത് ആരാ? കർത്താവ്, ദിവ്യകാരുണ്യം, യേശുവിൻ്റെ രൂപഭാവങ്ങളാണല്ലോ എല്ലാം. അപ്പോൾ വചനം നിനക്ക് സമീപസ്ഥമാണെന്ന് പറഞ്ഞാൽ യേശു നിനക്ക് സമീപസ്ഥമാണെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരർത്ഥം അതാണ് റോമ 10:8 പറയണം. വചനം നിനക്ക് സമീപസ്ഥമാണ്. എവിടേക്കാണ് സമീപസ്ഥമായിരിക്കുന്നത്? അത് നിൻ്റെ ഹൃദയത്തിലുണ്ട്, അത് നിൻ്റെ അധരത്തിലുണ്ട്. നിൻ്റെ ഹൃദയത്തിലുണ്ട്, നിൻ്റെ അധരത്തിലുണ്ട്. ഈ ഹൃദയത്തിലുണ്ട് എന്ന് പറയണത് വചനത്തിന് സ്നേഹത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. പിന്നെ വിശ്വാസത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഇപ്പം നമ്മൾ റോമ 10:8 വായിക്കുന്നു, വചനം നിനക്ക് സമീപസ്ഥമാണ്. ഒന്ന് പറഞ്ഞേ, വചനം നിനക്ക് സമീപസ്ഥമാണ്. അത് നിന്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ അധരത്തിലുണ്ട്. അതാണ് വിഷയം. അപ്പം വചനം ഹൃദയത്തിലുണ്ടാകണത് എങ്ങനെ? സ്നേഹത്തിൻ്റെ രൂപത്തിലുണ്ട്, പിന്നെ വിശ്വാസത്തിൻ്റെ രൂപത്തിൽ. 2 രൂപത്തിലാണ് നമുക്ക് വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണത്. ഒന്ന് സ്നേഹത്തിൻ്റെ രൂപത്തിൽ, രണ്ടാമത്
വിശ്വാസത്തിൻ്റെ രൂപത്തിൽ. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, കർത്താവേ, അങ്ങയുടെ വചനം, അങ്ങയുടെ സാരൂപ്യം എൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ രൂപത്തിലും വിശ്വാസത്തിന്റെ രൂപത്തിലും അഭിഷേകം ചെയ്ത് നൽകണമേ. സ്നേഹത്തിന്റെ രൂപത്തിലും വിശ്വാസത്തിന്റെ രൂപത്തിലും അഭിഷേകം ചെയ്ത് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. നീ വരൂ. ശ്രുതികട ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞില്ലേ, വചനം നിന്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയുമ്പോഴേ അച്ഛൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഹൃദയത്തിൽ വചനം ഇരിക്കുന്നത് വിശ്വാസത്തിൻ്റെ രൂപത്തിലാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. ഹൃദയത്തിൽ വചനം ഇരിക്കുന്നത് വിശ്വാസത്തിന്റെ രൂപത്തിൽ ആണ്. സ്നേഹത്തിൻ്റെ രൂപത്തിലുണ്ട്, ബേസിക്കായിട്ട് വിശ്വാസത്തിൻ്റെ രൂപത്തിലാണ്. ഈ വിശ്വാസത്തിലിരിക്കുന്ന രൂപത്തിലിരിക്കുന്ന വചനത്തെ പ്രൊജക്റ്റ് ചെയ്യണതാണ് സ്നേഹത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ സപ്പോസ് റോമാലേഖനം 10:9 10:9 ഇത് വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഇരിക്കണതെന്ന്, വചനം ഇരിക്കണത് എന്ന്. എന്താ സപ്പോസലും പറഞ്ഞത്? യേശു കർത്താവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണത് എങ്ങനെയാണ്? ചരിത്രപുരുഷനായ ക്രിസ്തു എന്നല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവെന്നാണ്. അവിടെയാണ് ഒരു വിശ്വാസിയാകണത്. ഇപ്പം മനസ്സിലായില്ലേ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റു പറയും. പക്ഷേ എന്താണ് ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണത്? റോമ 10:9 ദൈവം അവനെ എന്ന് പറഞ്ഞ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. അപ്പൊ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ആരെയാണ്? ചരിത്രപുരുഷനായ ക്രിസ്തുവിനല്ല, അതുകൊണ്ട് ഓൾറെഡി. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉപരി ഊന്നൽ കൊടുക്കണ എന്തിനാണ്? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനെന്താ? ദ റിസൺ ജീസസ്, ദ റിസൺ ലോർഡാണ്. എപ്പോഴും ഓർത്തേക്കണം, യേശു വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഉയർത്തുന്നേര കർത്താവിലാണ് വിശ്വസിക്കണത്. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ പാപത്തിന് പരിഹാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ മഹത്വപൂർണനായ യേശുവിലാണ് ഞാൻ വിശ്വസിക്കണത്. കർത്താവേ എന്റെ വിശ്വാസത്തെ അങ്ങ് ഈ നിമിഷം ദിവ്യകാരുണ്യ ആരാധന വെച്ച് ശക്തിപ്പെടുത്തണമേ. എല്ലാ പ്രശ്നങ്ങൾക്കും അതിജീവനത്തിന്റെ ആത്മമന്ത്രമായി കർത്താവേ ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള സാന്നിധ്യത്തെ പൂർണ്ണ അവബോധത്തിലേക്ക് നയിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ.
യേശുവേ ഹല്ലേലൂയ 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 ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായം 34-ാമത്തെ വാക്യം ഒരു മനോഹരമായ വാക്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ടതാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വാക്യം എന്താണെന്നറിയാവോ? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഏറ്റു പറഞ്ഞേ, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ വാക്കിനെയാണ് നമ്മൾ റോമ 10:9 ലിങ്ക് ചെയ്യണത്. ഹൃദയത്തിൻ്റെ തികവിൽ എന്താ ഉണ്ടാകണത്? യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്നാണ് ഹൃദയം നിറച്ച് വെക്കേണ്ടത്. നമ്മൾ വചനപ്രഘോഷകർ പ്രത്യേകിച്ച് എൻ്റെ ഈ ശുശ്രൂഷ ശ്രദ്ധിക്കണം. നമുക്ക് വെറുതെ വചനം പ്രഘോഷിക്കാൻ പറ്റത്തില്ല. കാര്യം 12:34 എന്താ എഴുതിയിരിക്കുന്നത്? മത്തായി ശ്ലീഹായുടെ സുവിശേഷം ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് പറഞ്ഞേ അധരങ്ങള് സംസാരിക്കുന്നു. അപ്പൊ അധരം എന്താ സംസാരിക്കണത്? യേശു കർത്താവാണെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? അധരം എന്താ സംസാരിക്കണത്? യേശു കർത്താവാണെന്ന്. അപ്പം യേശു കർത്താവാണെന്ന് സംസാരിക്കുമ്പോൾ അതെവിടുന്നാണ് സംസാരിക്കേണ്ടത്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന്. എന്ന് വെച്ചാൽ ഹൃദയത്തിൽ എന്താ ഉണ്ടാവേണ്ടത്? ദൈവം അവനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചുവെന്ന്. അതാണ് ഹൃദയത്തിൻ്റെ തികവ്. ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ടത് എന്താണ്? വചനപ്രഘോഷകൻ, പ്രത്യേകിച്ച് വചനപ്രഘോഷകനും ജീവിത സാക്ഷ്യക്കാരനും ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിൽ തികഞ്ഞിരിക്കേണ്ടത് എന്താണ്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ നിറഞ്ഞ കംപ്ലീറ്റ് ഫുൾനെസ്, ഹൃദയത്തിൻ്റെ തികവാണ് കംപ്ലീറ്റ്നെസ്. അതിൽ നിറഞ്ഞിരിക്കണത് എന്തായിരിക്കേണ്ടത്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു. എൻ്റെ മകനെ, ഇപ്പം നിനക്ക് കൊറോണയാണെന്ന് വിചാരിച്ചോ? അപ്പോൾ നിനക്ക് മരുന്ന് ഇതിന് പ്രത്യേകിച്ച് മരുന്നില്ല. നമ്മൾ ആ കൊറോണയുടെ ആരോഗ്യത്തെക്കാളും നമുക്ക് ആരോഗ്യമുള്ളത് കൊണ്ടാണ് ആൾക്കാർ സർവൈവ് ചെയ്യണത്. കൊറോണയ്ക്ക് 14 ദിവസമാണ് ആയുസ്. അപ്പോൾ 14 ദിവസത്തിനേക്കാൾ കപ്പാസിറ്റിയോടെ ലങ്സ് ഉള്ള ആൾക്കാർ അത് സ്വാഭാവികമായിട്ട് കൊറോണയെ അതിജീവിച്ചുകൊണ്ട് നെഗറ്റീവായിട്ട് വരും. അല്ലാത്തതിനൊക്കെ പഴി കൂടും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ പ്രതിരോധ ശക്തി എന്ന് പറയണത് ഈ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ജയിച്ചു എന്നുള്ളതാണ്. നീ ആകണമെന്ന് പറയുമ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ വിശ്വസിക്കണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയല്ലേ ഉള്ളൂ. അധരം കൊണ്ട് ഏറ്റുപറയണത് യേശുവിനെ പ്രാപിക്കാനുള്ള യേശുവിനെ ജീവിത മണ്ഡലങ്ങളിൽ പ്രാപിക്കാനുള്ള ഒരു സുവിശേഷ സൂത്രവാക്യമാണ്. യേശുവിനെ അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശുവിനെ നിൻ്റെ ബോഡിയിലാണ് നീ പ്രാപിക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹീലിംഗ്, ശരീരത്തിന് അത് സൗഖ്യമായി മാറും. യേശുവിനെ നിൻ്റെ ജീവിത മണ്ഡലങ്ങളിലാണ് നീ പ്രാപിക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ്, അത് ഫിസിക്കൽ ഫേവേഴ്സ്, അത് ജീവിത ആനുകൂല്യമായി മാറും. ഇനി യേശുവിനെ നിൻ്റെ ആത്മാവിലാണ് പ്രാപിക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേസ്, അത് കൃപയാണ്, നിത്യതയിൽ നിനക്ക് ഉപരിമഹത്വം കിട്ടും. അപ്പം വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് യേശുവിനെ പ്രാപിക്കാൻ പറ്റും. എപ്പോഴാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ. പക്ഷേ അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ ഹൃദയത്തിൻ്റെ തികവ് വരണ്ട.
ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. നീ എന്താണ്? യേശുവിനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചു വന്ന്. അതാണ് മെയിൻ സംഭവം. യേശുവിനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ തികവില്ലേ, അത്തരങ്ങൾ സംസാരിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ തികവുണ്ടാകണം. ഹൃദയത്തിൻ്റെ തികവെന്ന് പറയണത് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ സത്യമാണ്. അത് പ്രഖ്യാപിക്കാൻ നിനക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് വിശ്വാസം നീ പ്രഘോഷിക്കണതും നീ വിശ്വാസം നീ പരിശീലിക്കണതും. പ്രാർത്ഥിക്കുക, കർത്താവേ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിച്ച് കർത്താവിൻ്റെ യേശുവിൻ്റെ കർത്തൃത്വം രോഗത്തിന്റെ മേലെ പ്രഖ്യാപിച്ചുകൊണ്ട് സൗഖ്യം നേടുന്ന മുമ്പേ കർത്താവേ, നീ മരിച്ചു വീഴുന്ന എന്റെ പിതാവ് നിന്നെ ഉയർപ്പിച്ചതാണെന്ന് ഹൃദയത്തിലെ വിശ്വസിച്ച് നിറക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ കാര്യം എന്ന് പറയണത്? ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ വാചനത്തിൻ്റെ കൂടെയുള്ളതാണ്. 12:33 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:33. അതായത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. എന്നിട്ട് ഈശോ പറഞ്ഞ്, ഒന്നെങ്കിൽ ഫലം നല്ലത്, വൃക്ഷവും നല്ലത്, അല്ലെ ഫലം ചീത്ത, വൃക്ഷവും ചീത്ത. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. അതായത് ഇനി രസം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫലമെന്ന് പറയുമ്പോൾ അധരഫലം. ഇപ്പം നമ്മുടെ വാക്കുകൾ, ഇപ്പോഴേ നമ്മൾ ഈ കർത്താവ് അതുപോലെ തന്നെ യോഹന്നാനും മനുഷ്യനെ വിളിച്ചൊരു പേരുണ്ട്, അണലി സന്തതികളെ എന്ന്. അണലി സന്തതികളെ, അത് യോഹന്നാൻ മാന്താനായി വിളിച്ചൊരു പേരാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൃദയത്തിൽ വെച്ചിട്ട് വേറെ ഒന്ന് സംസാരിക്കും. തിന്മ ഹൃദയത്തിൽ വെച്ചിട്ട്, അത് ഈ 12:34 ഉണ്ടത്, അണലി സന്തതികളെ എന്നുള്ളത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം. അത് 12:34 ഉണ്ടത്. അതായത് തിന്മ ഹൃദയത്തിൽ വെച്ചിട്ട് നന്മ സംസാരിച്ച് വശീകരിക്കും. അങ്ങനെയുള്ളവരാണ് 12:34 ഈശോ അണലി സന്തതികളെന്ന് വിളിക്കുന്നത്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്നിട്ട് ഈശോ പറഞ്ഞു, ഒന്നെങ്കിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം മോശം, ഫലവും മോശം. ഞാൻ ചോദിക്കണ ഇതാണ്, നമുക്ക് ചീത്ത വൃക്ഷത്തെ നല്ല ഫലം, ബൈബിൾ പറയും ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം കിട്ടാൻ പാടാണ്, നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലവും വരത്തില്ല. അപ്പം ഞാൻ ചോദിക്കണത്, ഞാൻ ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ച കാര്യമാണ് ഇപ്പം നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ ഈ ചീത്ത വൃക്ഷമാണെങ്കിൽ നല്ല ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമാക്കി ചീത്ത വൃക്ഷത്തെ മാറ്റാൻ പറ്റത്തില്ലേ? പറ്റണമല്ലോ. അതായത് നല്ല, ഇപ്പം ചീത്ത വൃക്ഷമാണ് ബേസിക്കായിട്ട്. മറ്റുള്ളവർക്ക് പാല വെക്കുക, സൂചി വെക്കുക, വട്ടം ചവിട്ടുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ മനസ്സിലുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണത് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീയെങ്കിലും അല്ലെങ്കിൽ ഞാനെങ്കിലും, ചീത്തവൃക്ഷമാണെങ്കിലും. അപ്പം നല്ല ചീത്തവൃക്ഷ ഫലമല്ലേ കായ്ക്കത്തുള്ളൂ. ഇനി ചീത്തവൃക്ഷം ചീത്തഫലം കായ്ക്കുന്ന വൃക്ഷത്തെ
നല്ല വൃക്ഷമാക്കി നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി മാറ്റാൻ പറ്റുമോ? സുവിശേഷത്തിൻ്റെ ഒരു പിൻപറ്റി നമ്മൾ നടക്കുമെന്നൊക്കെ മനസ്സിലാകണത് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നല്ലേ അതിനെ സംസാരിക്കണത്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനമാണ് നിറക്കണമെങ്കിൽ ഇപ്പം നീ വളരെ മോശകരമായ ജീവിത സാഹചര്യത്തിൽ ജീവിച്ചു വന്നതുകൊണ്ടാണ് എപ്പോഴും നീ ഫൈറ്റിംഗ് മൂഡ് വരുന്നത്. പക്ഷേ കർത്താവിൻ്റെ വചനം നിരന്തരമായി വായിക്കുകയും ഗ്രഹിക്കുകയും അതനുസരിച്ച് അനുവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ വചനം നിറയും നിൻ്റെ ഹൃദയത്തിൽ. അപ്പോഴതിൻ്റെ ഫലം ഓട്ടോമാറ്റിക്കായിട്ട് നന്മയായിട്ട് മാറും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതെന്താ വരണത്? വചനത്തിൻ്റെ ഫലങ്ങളല്ലേ. ഹൃദയം വൃക്ഷമാണെങ്കിൽ അധരം അതിൻ്റെ ഫലമാണ്. ഹൃദയം ഒരു വൃക്ഷമാണെങ്കിൽ അധരം അതിൻ്റെ ഫലമാണ്. ഈ വൃക്ഷത്തെ നമുക്ക് മോശം വൃക്ഷമാണെങ്കിൽ അതിനെ നേരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്തുമാത്രം മോശം വൃക്ഷങ്ങളെയാണ് കർത്താവിൻ്റെ വചനം കേട്ടിട്ട്. ഇന്ന് രാവിലെ ഞാൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ വചന പ്രഭാഷണം കേൾക്കിയിരുന്നു. അപ്പം ഞാൻ പണ്ട് പോലെ 30 സെമിനാരിൽ പഠിക്കുന്ന കാലം പോലെ വായിക്കുന്ന ഒരാളാണ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. ഭയങ്കര സാഹചര്യത്തിൽ നിന്ന്, ഭയങ്കര തകർച്ചയുള്ള സാഹചര്യത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞൊരു മനുഷ്യനാണ്. പണ്ട് ടി വിയൊക്കെ ഉണ്ടാകണ മുമ്പ് റേഡിയോയിലാണ് പുള്ളിയുടെ പ്രഭാഷണം ഇടയ്ക്ക് വരണത്. പിന്നെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ. ഇപ്പം കർത്താവിനെ കേരളത്തിൽ കൊച്ചു കുഞ്ഞു ഉപദേശിക്ക് ശേഷം കർത്താവിനെ അറിഞ്ഞ ഏറ്റവും വലിയ നല്ല ഉപദേശിയാണ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് നമുക്ക് ലഭ്യമാണ്. കാര്യം വലിയ ആഴമായ പഠനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഫീൽ, കർത്താവിനുള്ള സ്നേഹത്തിൻ്റെ ഒരു ഫീൽ കൃഷ്ണൻകുട്ടിയുടെ വായിക്കുന്നു വരും. ഞാൻ രാവിലെ അതിൻ്റെ എനിക്കൊരു പ്രത്യേക ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇയാളുടെ പ്രഭാഷണം കിട്ടും. അപ്പോൾ എന്ത് തീഷ്ണതയോടെയാണ് ചെങ്ങന്നൂരത്ത് തെരുവിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ കർത്താവിന് വേണ്ടി അട്ടരാടി പ്രസംഗിക്കണത്. ഒരു വാക്ക് പോലും, അതിൻ്റെ താഴെ വരേണ്ട കമൻറ്റുകൾ വായിക്കണം. അദ്ദേഹം മരിച്ചു പോയിട്ട് അതിൻ്റെ 10-15 കൊല്ലമായി തിരുവട്ടാർ കൃഷ്ണൻകുട്ടി മരിച്ചു പോയിട്ട്. ഇപ്പോഴും ആ വചനങ്ങൾ കേട്ടിട്ട് ഇന്നത്തെ തലമുറ താഴെ കമൻറ്റ് ചെയ്തേണ്ട കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് കണ്ണു നിറഞ്ഞു പോകും. അത്രയും മനോഹരമായിട്ടാണ്. എന്നുവെച്ചാൽ മോശമായിരുന്ന വൃക്ഷത്തെ കർത്താവിൻ്റെ വചനം കേട്ട് ഹൃദയത്തിൻ്റെ തികവ് കർത്താവിൻ്റെ വചനമായി മാറുമ്പോൾ അധരങ്ങളിൽ നിന്ന് നല്ല ഫലങ്ങൾ വരണ കാണാം. നല്ല ഫലങ്ങൾ. എൻ്റെ ദൈവ പൈതലേ, ദിവ്യകാരുണ്യത്തെ കൈകൊണ്ട് സ്പർശിക്കാം. വിശുദ്ധ യോഹന്നാനെ പോലെ മുതുകൊണ്ട് സ്പർശിക്കാം. അവിടെ ചാരിയിരിക്കുകയായിരുന്നു. ഞാനാണ് കർത്താവിൻ്റെ ഒരു തള്ളി വെച്ച് കൊടുത്തിന് ആ സമയത്ത്. അതല്ല ഞാൻ കർത്താവാകാഞ്ഞത്. കർത്താവ് എന്തൊരു കർത്താവാണ്. ഞാൻ ഓർക്ക് ദൈവമേ, ആ സമയത്തൊരു മനുഷ്യൻ്റെ ഡിസ്റ്റർബൻസ് സഹിക്കാനാവാത്ത സമയമാണ്. അപ്പോഴാണ് ഈ മനുഷ്യൻ കർത്താവിൻ്റെ നെഞ്ചത്ത് ചാരണത്. അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല. കർത്താവ്, അതാണ് ദിവ്യകാരുണ്യം. നമ്മൾ ആ ദിവ്യകാരുണ്യമാണ് തുമ്പപ്പൂവിൽ നിറവുള്ള ഈ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് അപ്പത്തിൽ കർത്താവ് ഇങ്ങനെ സംരംഭമാക്കി തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് മുഴുവൻ കർത്താവിൻ്റെ ഹൃദയമാണെന്ന്. ദിവ്യകാരുണ്യത്തെ സ്പന്ദിക്കണത്, നിന്നെ സ്നേഹിക്കണം, നിനക്ക് വേണ്ടി വീണ്ടെടുപ്പ് കൊടുത്തിട്ടുള്ള നിൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ്. സ്തുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, ദൈവമക്കളെ, അമ്മ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട
അൾത്താറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരാധന കൂടുന്നത്. ഞാനിങ്ങനെ ആരാധന ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ജീവിതാവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, ഞാൻ പറയുന്ന രോഗങ്ങളൊന്നും ആയിരിക്കത്തില്ല. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ചോദന എന്ന് പറയണത് നീ പറയാത്ത രോഗങ്ങളെയും കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ടെന്നാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്. പ്രത്യേകിച്ച് മുതുകിന് മുഴുവനും ഇങ്ങനെ കളർ വ്യത്യാസം കാണുന്നുണ്ട്, മരവിച്ച പോലെ കാണുന്നുണ്ട്. മുതുകിൻ്റെ മരവിപ്പ് തന്നെ ശ്വാസകോശങ്ങൾക്കും പതിരേക്കും ശ്വാസകോശം പ്രവേശിക്കുന്നുണ്ട്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഹൃദയം ഇടിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ പറ്റാതെ വേബ്രാടിക്കൊള്ളുന്ന ഹൃദയശ്വാസങ്ങളിലും അതുപോലെ തന്നെ ശ്വാസകോശങ്ങളിലും ഒക്കെ ഉള്ള ആന്തരിക അവയവങ്ങളെ ഹൃദയങ്ങളെല്ലാം കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട് ദൈവപൈതലേ. അതുകൊണ്ട് അവിടെയെല്ലാം നീ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ദൈവപൈതലേ. അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം ദൈവപൈതലേ. ഇപ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ മുഖത്തൊക്കെ കുരുക്കളുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കണം. അതുപോലുള്ള പല വ്യക്തികളുണ്ടാകാം. ഒരു വടുക്കമുള്ളവർ, കുരുക്കുള്ളവർ, ചുരങ്ങളുള്ളവർ, ചൊറിയുള്ളവർ, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും കർത്താവ് ജീവിക്കുന്നതിനായ ദൈവമേ ഈശോ ചമ്മട്ടിപ്പടി ഏറ്റ നിമിഷം കർത്താവ് ക്ഷതം വന്ന് നിൻ്റെ ശരീരം മുഴുവനും അവിടെ കർത്താവ് ക്ഷതമായി പോയി, അവിടെ കിണർത്തുപോയി, അവിടെ മരവിച്ചു പോയി, അവിടെയെല്ലാം രക്തം കട്ട പിടിച്ചു പോയ എല്ലാ സ്ഥലങ്ങളെ ഓർത്ത് ഓ ദിവ്യകാരുണ്യമേ ഞങ്ങളിപ്പോൾ ആരാധിക്കുന്നു. അതുപോലെ ശരീരഭാഗങ്ങൾ തളർന്നു പോയവർ, അതുപോലെ ശരീരഭാഗങ്ങൾ ചൊരിപോലെ ഇരിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ശരീരഭാഗങ്ങൾ വെള്ളമായി തീർന്നവർ ഉള്ളംകാലം മുതൽ ഉച്ചവരെ എവിടെയെല്ലാം രക്തം പൊടിയുന്നുണ്ട്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ എവിടെയെല്ലാം പഴുപ്പ് കാണുന്നുണ്ട്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ എവിടെയെല്ലാം നീയെ കെട്ടി കിടക്കുന്നുണ്ടോ അവിടെയെല്ലാം യേശുവിന്റെ നാമത്തിൽ അവിടെയെല്ലാം ഈ നിമിഷം ഈശോ സുഖപ്പെടുത്തട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ഒരു നിമിഷം അവരുമായി വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. വിവാഹമൊത്ത് വരാത്തവരെ, കയ്യിൽ നീരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നു. അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ വിവാഹം മുടങ്ങിപ്പോയെന്ന് കരുതുന്നു ഞാൻ. ഈ മാസം നടക്കാനുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മ വഴി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുക സഹോദരങ്ങളെ. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഈശോയെ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.